ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. പരിമല സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന വന്യനായ കെ വി പൊളച്ചൻ, ബഹുമാന്യനായ മാത്തുക്കുട്ടിയച്ചൻ, ബഹുമാന്യനായ എൽദോസച്ചൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം രണ്ട് പ്രാധാന്യമാണ്. ഒന്ന് കഷ്ടാനുപാഴ്ച, അതിൻ്റെ തിങ്കളാഴ്ചയാണ്. രണ്ട് മാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളാണ്. ദുഃഖവെള്ളിയാഴ്ചയാണെങ്കിൽ പോലും മാർച്ച് 25 വരികയാണെങ്കിൽ അത് മാതാവിൻ്റെ വചനിപ്പിൻ്റെ പെരുന്നാളിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പിതാക്കന്മാർ കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കഷ്ടാനുപാഴ്ചയായിട്ടും മറകളും ഒക്കെ ഇന്നും ഇപ്പോഴും ചുവന്ന് ഇരിക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴേ മാറത്തുള്ളൂ. 9 മണിയുടെ നമസ്കാരം കൂടെ കഴിയുമ്പോൾ മാത്രം മാറും. അതുവരെയും മാതാവിൻ്റെ പെരുന്നാളിൻ്റെ പ്രാധാന്യമായിട്ടാണ് കണക്കാക്കുന്നത്. എങ്കിലും ഈ ആഴ്ചകളിൽ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുക എന്നുള്ളത് ഏറെ അനിവാര്യമായ ഒരു ഘടകമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: 6 മണി നേരം മുതൽ 9 മണി വരെ ദേശത്തെല്ലാം ഇരുളുണ്ടായി. 6 മണി നേരം മുതൽ 9 മണി വരെ ദേശത്തെല്ലാം ഇരുളുണ്ടായി. 6 മണി എന്ന് പറയുന്ന മധ്യാഹ്ന സമയമാണ്. 9 മണി എന്ന് പറയുമ്പോഴും ഏകദേശം ഒരു 3 മണിയോടടുക്കുന്ന സമയമാണ്. ആ സമയത്ത് സൂര്യൻ കത്തി ജ്വലിക്കേണ്ട സമയമാണ്. പക്ഷെ ആ സമയത്ത് ഇരുൾ വന്നു. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില സമയത്ത് സൂര്യനെ ചന്ദ്രൻ വന്ന് മറയ്ക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചന്ദ്രൻ സൂര്യനേക്കാൾ കേമനായിട്ടല്ല, സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് സ്വയം പ്രകാശിക്കുന്ന ഒരു ചെറിയ ഗോളം. പക്ഷെ അത് ചില സമയത്ത് സൂര്യനെ മറയ്ക്കാറുണ്ട്. അതുപോലെ ചില മാനുഷിക കരങ്ങൾ ദൈവത്തിൻ്റെ തേജസ്സിനെ മറയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ, മറച്ചില്ല. അതുമൂലം എന്താ, കുറെ സമയത്തേക്ക് ഇരുളുണ്ടായി. മഹത്വം നൽകുവാനായിട്ട് വന്ന തമ്പുരാന്റെ മഹത്വം അല്പസമയത്തേക്കെങ്കിലും മറഞ്ഞുപോയോ എന്നൊരു സംശയം. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഒരു വസ്തുവേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇരുളെന്ന് പറയുന്ന വസ്തുവാണ്. ഇരുൾ മാത്രമാണ് സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായത്. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം 2-ാം ദിവസം ഇങ്ങനെ ദൈവം ഓരോന്നിനെ സൃഷ്ടിക്കുമ്പോൾ അതിനു മുമ്പായിട്ട് ഒരു വസ്തുവേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇരുളായിരുന്നു. ഇരുളെന്ന് പറയുന്നത് ഒരു പ്രസൻസ് അല്ല, അതൊരു ആബ്സെൻസാണ്. ഇരുൾ നമ്മൾക്ക് പ്രത്യേകം നിർമ്മിക്കേണ്ട കാര്യമില്ല. വെളിച്ചത്തെ കെടുത്തിക്കഴിഞ്ഞാൽ ഇരുൾ വന്നു ചേരും. ഇല്ലായ്മയാണ്. ചില ഇല്ലായ്മകൾ വെളിച്ചത്തെ മറയ്ക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. തമ്പുരാനാണ് പ്രകാശം, ഞാനാണ് വെളിച്ചം എന്ന് കർത്താവ് പറഞ്ഞു. നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രകാശം നിറഞ്ഞ യേശുവേ, നിന്റെ പ്രകാശത്താലാകുന്നു ഞങ്ങൾ പ്രകാശം കാണുന്നത്. എല്ലാ സൃഷ്ടികളെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശവും നീ തന്നെയാണ്. അതുകൊണ്ട് പിതാവിൻ്റെ പ്രകാശമായവനെ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇതെപ്പോഴാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പല പ്രാവശ്യവും പ്രാർത്ഥിച്ചിട്ടും, പക്ഷേ അത് പാട്ടായിട്ട് പാടിയതുകൊണ്ട് അതിൻ്റെ അർത്ഥം വേണ്ടവണ്ണം നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു വെളിവിയടിയാർ. അത്രയും വരെ ഒന്നിച്ചു പാടണം. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു വെളിവ് ഈ അടിയാർ. അഖില ആധാരമതാം വെളിവ് നീ, എല്ലാറ്റിൻ്റെയും ആധാരമാകുന്ന പ്രകാശവും നീ തന്നെയാണ്. കാന്ത്യ, ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പിക്കുക. പിതാവിൻ്റെ പ്രകാശമായവനെ ഞങ്ങളെയും ശോഭിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥന. നമ്മളെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ വന്നു. നമുക്ക് ജീവൻ നൽകാൻ തക്കവണ്ണം തമ്പുരാൻ മരണം സ്വീകരിച്ചു. അങ്ങനെ പ്രകാശത്തെ മറച്ചു. ഇരുൾ മൂടിയ ചില മണിക്കൂറുകളാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കാണുന്നെങ്കിൽ ഈസ്റ്ററിന്റെ ദിവസമാകുമ്പോഴേക്കും അത് മാറും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 2-ാം വാക്യമാകുമ്പോൾ നമ്മൾ വായിക്കുന്നു: കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണറിന് ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. ആദ്യം പ്രകാശം മൂടിപ്പോയെങ്കിൽ ഇവിടെ മിന്നൽ പിണറിന്റെ പ്രകാശം വരികയാണ്. ഉയർപ്പ് ദിവസം വെണ്മയുള്ള വസ്ത്രം
ധരിച്ചുകൊണ്ട് പ്രകാശം കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഈസ്റ്റർ കഴിഞ്ഞിട്ട് വരുന്ന ഒരാഴ്ച ഹേവേറെ ദിനങ്ങളെന്നാ പറയാ. അതിൻ്റെ അർത്ഥം വെളുപ്പിന്റെ ദിനങ്ങളെന്നാണ്, പ്രകാശത്തിന്റെ ദിനങ്ങളെന്നാണ്. അങ്ങനെ തിരുവചനത്തിൽ മഹത്വം മൂടിപ്പോയ ചില സന്ദർഭങ്ങളുണ്ട്. ദൈവചൈതന്യം മാറിപ്പോയ ചില സന്ദർഭങ്ങൾ പഴയ നിയമത്തിലുമുണ്ട്. അങ്ങനെയുള്ള രണ്ട് സന്ദർഭങ്ങളൂടി ചേർത്ത് ചിന്തിക്കാം എന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. പ്രകാശം മാറിപ്പോയ, മഹത്വം മാറിപ്പോയ ചില സന്ദർഭങ്ങൾ. അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ. നമ്മൾക്ക് അങ്ങനെ ഒരു സംഭവം കാണുവാനായിട്ട് സാധിക്കും. 1 സാമുവേൽ 4-ാം അധ്യായം 21-ാം വാക്യം. 1 ശമൂവേൽ 4-ാം അധ്യായം 21-ാം വാക്യം. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് ആ പൈതലിന് ഇഖബോദ് എന്ന് പേരിട്ടു. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ ആ ശിശുവിന് ഇഖബോദ് എന്ന് പേരിട്ടു. ഏലി എന്ന് പറയുന്ന മഹാപുരോഹിതന് 2 മക്കളുണ്ട്, ഹൊഫ്നിയും ഫിനഹാസും. അവരും പുരോഹിതന്മാരാണ്. അവരുടെ ജോലി പൗരോഹിത്യകർമ്മം നിർമ്മിക്കുക, ബലിയർപ്പിക്കുക, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സാക്ഷ്യപെട്ടകത്തിന്റെ നിലവിളക്ക് അണയാതെ സൂക്ഷിക്കുക എന്നുള്ളതും അവരുടെ ജോലിയാണ്. പക്ഷേ ഹൊഫ്നിയും ഫിനഹാസും അത് ചെയ്യാതെ അവർ ആ ജോലി വിട്ടിട്ട് വേറെ ലൗകികമായ പല കാര്യത്തിന് വേണ്ടി പോവുകയാണ്. ദൈവത്തിന് ബലിയർപ്പിക്കുമ്പോൾ യാഗവസ്തുവിനെ അവിടേക്ക് മാംസം തെറിച്ചു പോകുന്നത് നീക്കിയിടുവാൻ്റെ കൊണ്ടുള്ള മുപ്പല്ലി കൊണ്ട് അവർ വന്ന് അവിടുത്തെ യാഗവസ്തുവിലെ മാംസം അടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ തമ്പുരാന്റെ ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നു, തമ്പുരാന്റെ നിലവിളക്ക് തെളിയിക്കാതിരിക്കുന്നു. ഹൊഫ്നിയും ഫിനഹാസും സാക്ഷ്യപെട്ടകത്തിന്റെ വിളക്ക് തെളിയിക്കാതെ പോയപ്പോഴാണ് സാമുവേൽ എന്ന് പറയുന്ന ബാലനെ ഏലി എന്ന് പറയുന്ന മഹാപുരോഹിതൻ ആ ജോലിക്കാക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും സാക്ഷ്യപെട്ടകത്തിന്റെ മുമ്പിലുള്ള നിലവിളക്ക് അണയാതെ കാത്തു പരിപാലിക്കുന്ന സാമുവേലിനെ നമ്മൾ കാണും. ഹൊഫ്നിയും ഫിനഹാസും ദൗത്യങ്ങളെ മറന്ന് വിളി മറന്ന് അവർ ലൗകികന്മാരായി മാറിയതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇസ്രായേലിന് വലിയ പരാജയം സംഭവിച്ചു. ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ഈ വിവരമറിഞ്ഞ് പ്രായാധിക്യത്തിലായിരുന്ന ഏലി എന്ന് പറയുന്ന മഹാപുരോഹിതൻ കസറിൽ നിന്ന് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. ഹൊഫ്നിയും ഫിനഹാസും കൊല്ലപ്പെട്ടു. ഫിനഹാസിന്റെ ഭാര്യ അവൾ നിറഗർഭിണിയായിട്ടിരിക്കുകയാണ്. അമ്മായിപ്പൻ മരിച്ചതും ദൈവത്തിന്റെ പെട്ടകം പിടിക്കപ്പെട്ടതും തന്റെ ഭർത്താവ് ഫിനഹാസും ജ്യേഷ്ഠൻ ഹൊഫ്നിയും മരണപ്പെട്ടതും ഈ വാർത്തകളെല്ലാം കൂടി കേട്ടപ്പോൾ പെട്ടെന്ന് അവൾക്ക് ടെൻഷൻ ഉണ്ടായി. അവൾക്ക് പ്രസവ വേദന വന്നു. അവളൊരു കുഞ്ഞിന് ജന്മം നൽകി. പക്ഷെ അവൾ അപ്പുറത്തോട്ട് വീണ് മരിക്കുകയും ചെയ്തു. ആ കുഞ്ഞിനെ കാണാൻ അവൾക്ക് ഭാഗ്യം കിട്ടിയില്ല. സൂതികർമ്മിണി ആ കുഞ്ഞിന് ഇഖബോദ് എന്ന് പേരിട്ടു. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഖബോദ് എന്ന് പേരിട്ടത്. സമാധാനം നൽകേണ്ടതാണ് ദൈവത്തിന്റെ സാക്ഷ്യപെട്ടകം. പക്ഷെ ഇവിടെ സാക്ഷ്യപെട്ടകം അവർക്ക് സമാധാന ഹേതുവായിട്ട് വരുന്നില്ല, സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. പള്ളികളും ആരാധനകളും ഒക്കെ മനുഷ്യന് സമാധാനം തരാനുള്ളതാണ്. പക്ഷെ ചില പള്ളികളിലൊക്കെ സമാധാനങ്ങളില്ല. കുർബാനയിലും എത്രയോ സമാധാനാശംസകളാണ്. ഒരു പള്ളിയിൽ വലിയ വഴക്കാണ്. അച്ഛൻ എല്ലാ ആഴ്ചയിലും പറഞ്ഞു നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ. പക്ഷെ എത്ര കേട്ടിട്ടും സമാധാനം ഉണ്ടാവുന്നില്ല. അത് കേട്ട് അച്ഛനങ്ങ് മടുത്തു. അതുകൊണ്ട് അച്ഛൻ ഒരു ദിവസം പറഞ്ഞു നിങ്ങൾക്കെല്ലാം സുബോധം ഉണ്ടായിരിക്കട്ടെ. ജനം തിരിച്ചു പറഞ്ഞു അങ്ങേക്കും ഉണ്ടായിരിക്കട്ടെ. സമാധാനം ദേവാലയത്തിൽ നിന്ന്, അൾത്താരയിൽ നിന്ന് സമാധാനം ഉൾക്കൊള്ളണം. സമാധാനം ലഭിക്കേണ്ടത് സമർപ്പണത്തോടുകൂടി അതിന്റെ സന്നിധിയിലേക്ക് വരുമ്പോഴാണ്. വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായ തരത്തിൽ ജീവിക്കുമ്പോഴാണ്. ഇവിടെ ദൈവത്തിന്റെ പെട്ടകം പുറജാതികൾ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് ഇവരത് കൊണ്ടുവന്ന് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചു. ഒരിടത്ത് സത്യദൈവമായ യഹോവ
തൊട്ടടുത്തായിട്ട് ദാഗോന്റെ പ്രതിമയും വെച്ചു. അന്ന് രാത്രി നോക്കിയപ്പോഴുണ്ട് ദാഗോൻ മറിഞ്ഞടിച്ച് താഴെ കിടക്കുന്നു. ആരാണ്ടൊക്കെ വന്ന് ദാഗോനെ താങ്ങിയെടുത്ത് യഹോവയുടെ പെട്ടകത്തിന്റെ നേരെ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ അന്ന് രാത്രിയിൽ ദാഗോൻ കൈയും തലയും നഷ്ടപ്പെട്ടവനായി യഹോവയുടെ പാദപീഠത്തിൽ വീണ് കിടക്കുന്നു. ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ശക്തനായ യഹോവയാണ്, ഈ പെട്ടകം ഇവിടെ വെച്ചാൽ നമ്മൾക്ക് ദോഷമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരതിനെ കൊണ്ടുവന്ന് അസ്തോദ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു. അവിടെ ചെന്നു. അവിടെ ഇരുന്നിട്ട് ശരിയാവുന്നില്ല. അവിടെ എലിയുടെ ശല്യം കൂടുന്നു, മൂലക്കുരുവിന്റെ രോഗം ഉണ്ടാകുന്നു, ഇങ്ങനെ പലതും ഉണ്ടാകുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ? ഒരു എലിയുടെ രൂപമുണ്ടാക്കി അതും കൂടെ കൊണ്ടുവന്ന് ഈ പെട്ടകം വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഗത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ ഈ ആൾരൂപങ്ങളുടെയൊക്കെ ആരംഭം അതാവാം. ഈ പുറജാതി പേഗൻ ആരാധനയാണത്, ഈ രൂപങ്ങളൊക്കെ കൊടുക്കുക എന്ന് പറയും. ഇന്നും നമ്മൾ ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ഒരു കൈയിന്റെ രൂപം കൊടുക്കുകയോ കാലിന്റെ രൂപം കൊടുക്കുകയോ ഒന്നും തിരുവചനത്തിൽ പഠിപ്പിക്കുന്ന സത്യങ്ങളല്ല. അതൊന്നിന്റെ ഒന്നും ആവശ്യമില്ല. കർത്താവിന്റെ അടുക്കലേക്ക് വന്ന് എത്രയോ പേര് സൗഖ്യമായി. കണ്ണിന്റെ രൂപമോ കൈയിന്റെ രൂപമോ വിരലിന്റെ രൂപമോ പാമ്പിന്റെ രൂപമോ എലിയുടെ രൂപമോ ഒന്നും കൊണ്ടുവന്നല്ല അവർ കർത്താവിന്റെ അടുക്കൽ വന്ന് കണ്ണുനീരോടുകൂടി ലോർഡ് ജീസസ് ഹാവ് മേഴ്സി അപ്പോൺ മീ എ സിന്നർ, തമ്പുരാനെ പാപിയായ എന്നോട് കരുണ തോന്നണമെന്ന് പറഞ്ഞ് ആ കണ്ണീർ കണങ്ങളോടുകൂടി ചെന്നപ്പോഴാണ് തമ്പുരാൻ സൗഖ്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ രൂപങ്ങള് അതൊന്നും സഭയുടെ പഠിപ്പിക്കലല്ല. ചിലർ പിന്നെ അതങ്ങ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പുറജാതികളെ ഒരു എലിയുടെ രൂപമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടുന്നും അവർക്ക് ശരിയാവുന്നില്ല. അവിടെ നിന്ന് ഗത്തിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് എക്രോനിൽ കൊണ്ടുപോയി, ഇങ്ങനെ പല സ്ഥലത്തേക്കും ദൈവത്തിന്റെ പെട്ടകം മാറ്റിക്കൊണ്ടേ പോവുകയാണ്. ഒടുവിൽ അമീനാദാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അവൻ അതുമൂലം നശിച്ചു പോവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെട്ടകം കൊണ്ടുവന്ന് അവിടെ വെക്കുന്നത്. പക്ഷേ അമീനാദാബിന്റെ മകൻ എലയാസാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുമ്പിൽ എന്നും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പെട്ടകം മൂലം അമീനാദാബിനെയും എലയാസാറിനെയും ദൈവം അനുഗ്രഹിച്ചു. ദേവാലയങ്ങളൊക്കെ യാഗങ്ങളൊക്കെ ചിലർക്ക് അനുഗ്രഹമായിട്ട് വരും, ചിലർക്കത് ശാപമായിട്ട് വരും. കുറെ പേർക്ക് ഇത് ശാപമായിട്ട് വന്നപ്പോൾ അമീനാദാബിന് ഇത് ഐശ്വര്യമായിട്ട് വന്നു. 3 വർഷക്കാലാണ് അമീനാദാബിന്റെ വീട്ടിൽ ദൈവത്തിന്റെ പെട്ടകം ഇരുന്നത്. പിന്നെ ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി. ദാവീദ് നോക്കിയപ്പോൾ മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിരിക്കുന്നു. കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ടിരിക്കുന്നു. അത് ജെറുസലേമിലേക്ക് കടന്നു വന്നില്ല. ജെറുസലേമിലേക്ക് ദൈവത്തിന്റെ പെട്ടകം വന്നില്ല. അതിനെ കൊണ്ടുവരണം എന്ന് ചിന്തിച്ചുകൊണ്ട് 30,000 ബിരുദന്മാരുമായി ദാവീദ് കടന്നു ചെല്ലുന്നുണ്ട് പെട്ടകം പിടിക്കാൻ. പക്ഷേ അവർ തോറ്റോടി പോരുകയാണ്. കാള വിരണ്ടു, ഉസാദ് പിടിക്കാൻ പോയി, അയള് വീണ് വടിയായിപ്പോയി. ഈ ദുർലക്ഷണങ്ങളൊക്കെ കണ്ടു. ഈ പിടിക്കാൻ പോയ ബിരുദന്മാരിൽ ഒത്തിരി പേര് മരണപ്പെട്ടു. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, തൽക്കാലം പെട്ടകം കൊണ്ടുപോകണ്ട, ദൈവത്തിന് അത് ഇഷ്ടമില്ല, അതുകൊണ്ട് തൽക്കാലം അതവിടെ ഇവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞ് ഓബേദേദോം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. ജെറുസലേമിലേക്ക് കൊണ്ടുപോയില്ല. ഹെബ്രോനിൽ നിന്ന് ക്യാപിറ്റൽ തലസ്ഥാനം ജെറുസലേമിലേക്ക് മാറ്റിയത് ദാവീദാണ്. ജെറുസലേം എന്ന് പറയുന്ന നഗരം പണിയതും ദാവീദാണ്. അവിടെ ദൈവത്തിന്റെ സാക്ഷ്യപ്പെട്ടകം വരണമെന്ന് ആഗ്രഹിച്ചതും ദാവീദാണ്. പക്ഷെ ബിരുദന്മാരുമായി ചെന്നു, നടന്നില്ല. 3 മാസങ്ങൾക്ക് ശേഷം പ്രാർത്ഥനയോടെ നോമ്പോടെ യാഗങ്ങളൊക്കെ അർപ്പിച്ച് കുറെ വിശുദ്ധന്മാരുമായി ദൈവത്തിന്റെ പെട്ടകം പിടിക്കാൻ വന്നു ദാവീദ്. ആ സമയത്ത് ദൈവത്തിന്റെ പെട്ടകം ജെറുസലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കൊന്നും സാധിച്ചു. ബിരുദന്മാരുമായിട്ട് വന്നപ്പോൾ നടന്നില്ല, പക്ഷെ വിശുദ്ധന്മാരുമായിട്ട് വന്നപ്പോൾ നടന്നു. ഇന്നും പലയിടത്തും ബിരുദന്മാർ ഒരുപാടുണ്ട്, വിശുദ്ധന്മാര് കുറവാണ്. ബിരുദന്മാരിൽ കൂടി വലിയ കാര്യങ്ങളൊന്നും നടക്കില്ല. പക്ഷേ ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന, കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഏതാനും വിശുദ്ധന്മാരുണ്ടെങ്കിൽ വൻ കാര്യങ്ങളെ നേടാൻ തക്കവണ്ണം അവർക്ക് സാധിക്കും. അങ്ങനെ ഈ പെട്ടകം ജെറുസലേമിലേക്ക് വരികയാണ്. ജെറുസലേമിലേക്ക് വരുമ്പോൾ അതിന് മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടുന്നുണ്ട് ദാവീദ്. കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തന്നെ ഈ നിലയിൽ എത്തിച്ചു. ഇസ്രായേലിന്റെ സിംഹാസനത്തിന്റെ അവിടെ ഇരുത്തുവാൻ തക്കവണ്ണം ഭാഗ്യം കൊടുത്തു. അതിന് ദാവീദിന് ഒരുപാട് നന്ദിയുണ്ട്.
ഈ പെട്ടകം കൊണ്ടുവന്നപ്പോ ശൗലിന്റെ മകൾ മീഖൾ ദാവീദിന്റെ ഭാര്യയാണ്. അവള് രണ്ടാം നിലയിരിക്കുക. അവൾക്ക് പിടിച്ചില്ല ഇത്. അവൾ ഇറങ്ങി വന്നില്ല. എന്തു തന്നെയല്ല, ദാവീദ് കയറി ചെന്നപ്പോൾ ദാവീദിനെ പരിഹസിക്കാൻ തുടങ്ങി. നാണയല്ല മനുഷ്യനെ, നിങ്ങൾ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ഇസ്രായേലിന്റെ രാജാവല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ കൂടെ തുള്ളിച്ചാടാവും? 10ാം ക്ലാസ്സിൽ തന്നെ മത്തായിയെ പോലെ നാണയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ. പക്ഷെ എന്തുണ്ടായി? മരണപര്യന്തം ഒരു കുഞ്ഞിക്കാല് കാണാൻ തക്കണം മീഖളിന് സാധിച്ചില്ല എന്നുള്ളതാണ് തിരുവചനം. ദാവീദ് മീഖളിനോട് പറഞ്ഞു, ഞാനൊന്നുമില്ലാത്തവനായിരുന്നു, വീട്ടിൽ പോലും എനിക്ക് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് 5-6 ആടിനെ മേടിച്ചെന്ന്, എടാ ഇതും കൊണ്ടൊക്കെ പോയി ആ മലയുടെ മുകളിൽ ചെന്ന് നീ അതും കൊണ്ടൊക്കെ ജീവിക്കാൻ നോക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. അഭിഷേക തൈലവുമായിട്ട് ഈശായുടെ വീട്ടിൽ ചെല്ലുമ്പോൾ 7 തടിമാടന്മാരായ സുന്ദരന്മാരായ 7 പേരുണ്ട് അവിടെ. അവരെയൊക്കെ നോക്കിയപ്പോൾ, ശമൂവേൽ നോക്കിയപ്പോൾ അവരെയൊന്നും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല. സാമുവേൽ ഈശോയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് 7 പേരേ ഉള്ളൂ? അന്നേരം ഈശോയെ പറയുന്നുണ്ട്, ഒരുത്തനുടെ ഉണ്ട്, അവന് വലിയ കടകത്തൊന്നുമില്ല, അതുകൊണ്ട് 5-6 ആടിനുമായിട്ട് അവനെ മലയുടെ മുകളിൽ വിട്ടേക്കാണ്. പക്ഷേ സാമുവേൽ പറഞ്ഞു, അവനെ വിളിക്ക്. അങ്ങനെ അവൻ വന്നു. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു, ഇവനെയാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവം വിളിച്ചതിന്റെ, ദൈവം അവന് നന്മ കൊടുത്തതിന്റെ ഒക്കെ നന്ദി ദാവീദിന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദാവീദിനെ സംബന്ധിച്ച് തമ്പുരാൻ കർത്താവ് പറയുന്നു, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മഹത്വം ഇസ്രായേലിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ദാവീദ്. ഏലി പുരോഹിതന്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയ മഹത്വം ദാവീദിന്റെ കാലത്ത് തിരിച്ച് വരുന്നുണ്ട്. രണ്ടാമതായിട്ട് മഹത്വം പോകുന്നതും സംഭവമുണ്ട്. അത് എസെക്കേൽ പ്രവചനത്തിലാണ്. എസെക്കേൽ പ്രവചനം 8, 9, 10 അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. എസെക്കേൽ പ്രവചനം 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ മഹത്വം ഉയർന്ന് കെരൂബിന്മേൽ നിന്നു. ദൈവം മോശയോട് പറയുന്നുണ്ട്, നീ ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം, അതിൽ ഞാൻ തരുന്ന സാക്ഷ്യങ്ങൾ വെക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, നീ അതിവിശുദ്ധ സ്ഥലം ഉണ്ടാക്കണം, അതിവിശുദ്ധ സ്ഥലത്ത് മേഴ്സി സീറ്റ് ഉണ്ടാകണം, അവിടെ കൃപാസനം ഉണ്ടാവണം, അവിടെ കെറൂബുകൾ ചിറക് വിടർത്തി നിൽക്കണം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ കൽപ്പന കൊടുക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്നുണ്ട്, ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്, ഒന്നിന്റെയും പ്രതിമ ആരാധിക്കരുത് എന്ന് പറയുന്ന തമ്പുരാനാണ് ഇവിടെ പറയുന്നത് കെറൂബിനെ ഉണ്ടാക്കണം. അതെന്താ തമ്പുരാൻ അങ്ങനെ പറഞ്ഞു? ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് പറയാ, കെറൂബിനെ ഉണ്ടാക്കണം, കെറൂബ് ചിറക് വിടർത്തി നിൽക്കണം. കാളക്കുട്ടിയെ വിഗ്രഹമായിട്ട് കണ്ട കർത്താവ് എന്തുകൊണ്ടാണ് പിത്തള സർപ്പത്തെ വിഗ്രഹമായിട്ട് കാണഞ്ഞത്? അതൊരു ചോദ്യമാണ്. കാരണം ഇത്രയേ ഉള്ളൂ, ഐഡൽ എന്താണ്, സിംബൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വസ്തുവിനെ ദൈവസങ്കല്പം ആവാഹിച്ചുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് അതിനെ ആറാട്ട് നടത്തുക, കുളിപ്പിക്കുക, അഭിഷേകത്തിൽ ഒഴിക്കുക, ഇങ്ങനെയെല്ലാം കൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് വിഗ്രഹമായിട്ട് മാറുന്നത്. എന്നാൽ ഒരു വസ്തുവിൽ കൂടി ഏതൊന്നിനെ കാണുന്നുവോ അത് ഐഡലല്ല, അത് സിംബലാണ്. ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ കുരിശിനെ വന്ദിക്കുന്നില്ലേ? ഇപ്പൊ ഈ ഒരാഴ്ചയുള്ള നിങ്ങൾ കുരിശിനെ അങ്ങ് വന്നിച്ച് കുരിശിനെ അങ്ങ് ബിംബമായിട്ട് വിഗ്രഹമായിട്ട് കണ്ട് നടക്കല്ലെന്ന് ചോദിക്കാറുണ്ട്. കുരിശിൽ കൂടി നമ്മൾ കുരിശിൽ തൂങ്ങപ്പെട്ടവനെയാണ് കാണുന്നത്. ഞങ്ങളുടെ ആത്മത്തിനതിനാലെ രക്ഷയുണ്ടായിരുന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. ആത്മത്തിന് രക്ഷയുണ്ടാക്കിയവന്റെ ഓർമ്മയ്ക്കാണ് കുരിശിനെ നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ ഐഡൽ വേറെ, സിംബൽ വേറെ. പിതാക്കന്മാരുടെയും കർത്താവിന്റെയും മാതാവിന്റെയും ഒക്കെ ചിത്രങ്ങളൊക്കെ നമ്മളിവിടെ വെക്കാറുണ്ട്. ഈ ചിത്രങ്ങളൊന്നും ഐഡലല്ല, സിംബലാണ്. ഇതെല്ലാം വിഗ്രഹമല്ല, ഇതെല്ലാം പ്രതീകങ്ങളാണ്. പ്രതീകങ്ങളായിട്ട് മാത്രമേ കാണാവുള്ളൂ. പക്ഷെ ഈ പിത്തള സർപ്പ ആരാധന നെഗുഷ്ഠാന ആരാധനയായി അങ്ങ് പുരോഗമിക്കുന്നുണ്ട്, വിഗ്രഹാരാധനയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഹിസ്കിയാവിന്റെ കാലത്ത് ആ നെഗുഷ്ഠാൻ ആരാധനയെ മാറ്റുന്നുമുണ്ട് ദൈവം. അങ്ങനെ ആദ്യം നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ മഹത്വം കൃപാസനത്തിന്റെ മേലുള്ള കെറൂബിന്മേലാണ്. 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈ കെറൂബിൽ നിന്ന് മഹത്വം ക്രമേണ അകന്നകന്നു പോയി പടിഞ്ഞാറേ ഉമ്മരപ്പടിയിൽ പോയി നിൽക്കുന്നുണ്ട്. 2-ാം ഘട്ടം. 1-ാം ഘട്ടം കെറൂബിന്മേൽ നിന്ന മഹത്വമാണ് അതിവിശുദ്ധ സ്ഥലത്ത്. അവിടെയാണ് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കയറുന്നത്, അവിടെയാണ് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ബലിയർപ്പിക്കുന്നത്.
ആ ബലിവസ്തുവിന്റെ ഭസ്മം വന്നിട്ടുള്ളവരുടെ മേൽ തളിക്കുമ്പോൾ യഹോവ അവരുടെ പാപങ്ങൾ മോചിച്ചു കൊടുത്തു എന്നുള്ളതാണ് യഹൂദന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ലോകത്തിന്റെയുള്ള എല്ലാ ഭാഗത്തെയും യഹൂദന്മാർ ആ വീണ്ടെടുപ്പിന്റെ വലിയ ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റ്, വീണ്ടെടുപ്പിന്റെ വലിയ പെരുന്നാളിൽ ജെറുസലേമിൽ എത്താറുണ്ടായിരുന്നു. ആണ്ടിലൊരിക്കലാണ് അവർക്ക് ആ വീണ്ടെടുപ്പ് കിട്ടുക, ആണ്ടിലൊരിക്കലാണ് അവർക്ക് ആ കൃപ കിട്ടുക, ആണ്ടിലൊരിക്കലാണ് പാപമോചനം കിട്ടുക. എന്നാൽ ഇന്നൊരു വ്യത്യാസമുണ്ട്, ആണ്ടിലൊരിക്കലല്ല. ദിനവും മനാമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. പഴയ നിയമത്തിൽ ആണ്ടിൽ ഒരിക്കലാണ് അവർക്ക് പാപമോചനം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ദിനവും ഈ അൾത്താരയുടെ സവിധത്തിൽ, ഈ ബലിപീഠത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് തമ്പുരാനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾക്ക് കൃപകളെ തരാൻ തക്കവണ്ണം തമ്പുരാന്റെ കൃപാകടാക്ഷം നമുക്കുണ്ട്. കെരൂബിൽ നിന്ന് രണ്ടാം ഘട്ടമായിട്ട് മഹത്വം മാറിയത് പടിഞ്ഞാറേ ഉമ്മരപ്പടിയിലാണ്. എസെക്കിയേൽ 10-19 വാക്യം വായിക്കുമ്പോൾ ഉമ്മരപ്പടിയിൽ നിന്ന് ആ മഹത്വം വീണ്ടും അകന്നകന്ന് പോകുന്നുണ്ട്. അത് പടിവാതുക്കൽ പോയി നിൽപ്പുന്നുണ്ട്, പൂമുഖത്തേക്ക് പോയി നിൽപ്പുണ്ട്. 11 വാക്യമാകുമ്പോഴേക്കും അവിടെ നിന്നും വീണ്ടും അകന്ന് പോകുക. പടിവാതിക്കൽ നിന്ന് വീണ്ടും അകന്ന് അതങ്ങ് ദൂരെ നഗരത്തിന്റെ നടുവിൽ പോയി നിന്നു. അവിടുന്ന് വീണ്ടും അതകന്ന് ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് മാറി നിന്നു. ഓർക്കുക, 5 ഘട്ടങ്ങളാണ്. ആദ്യം കെരൂബിന്മേൽ, അത് കഴിഞ്ഞ് ഉമ്മരപ്പടിയിൽ, അത് കഴിഞ്ഞ് പൂമുഖത്ത്, അത് കഴിഞ്ഞ് നഗരത്തിൽ, അത് കഴിഞ്ഞ് പർവ്വതത്തിന്റെ മുകളിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ പോയതെന്നറിയാവോ? അതിന് പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങളുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ മഹത്വം അവിടെ നിന്ന് അകന്നകന്ന് പോയത്. ദൈവത്തിന്റെ മഹത്വം അകന്നു പോയി. അപ്പോൾ നീതിയുടെ ദൈവം തീരുമാനിച്ചു ഇവരെയെല്ലാം നശിപ്പിക്കണം. അങ്ങനെ ഓരോരുത്തരെയും നശിപ്പിക്കണം എന്നുള്ള കൽപ്പനയുമായി ദൈവം 6 പുരുഷന്മാരെ വെൺമഴു കൊടുത്ത് വിടുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ, എസെക്കിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ചു, നഗരത്തിന്റെ സന്ദർശനങ്ങളെ അടുത്തു വരുമാറാക്കുവിൻ, ഓരോരുവനും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തരും വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിക്കൽ വഴിയായി വന്നു. അവരുടെ നടുവിൽ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു. നീതിയുടെ ദൈവമാണ്. ജനം പാപത്തിന്റെ മേൽ പാപം കൂട്ടിയപ്പോൾ ദൈവനീതി പറയുകയാണ്, 6 പുരുഷന്മാർ കയ്യിൽ വെൺമൊഴിയുമായി പോവട്ടെ. ശിശുക്കളാകട്ടെ, ബാലന്മാരാവട്ടെ, മുല കുടിപ്പിക്കുന്നവരാവട്ടെ, ഗർഭിണികളാകട്ടെ, രോഗികളാകട്ടെ, ദുഃഖിതരാവട്ടെ, ക്ഷീണിതരാവട്ടെ, വാർദ്ധക്യമുള്ളവരാകട്ടെ, അംഗഹീനരാവട്ടെ, ആരോടും ഒരു ദയം തോന്നരുത്, എല്ലാവരെയും വെട്ടിക്കൊന്നുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് മാരകായുധം കയ്യിലെടുത്തുകൊണ്ട് 6 ദൂതന്മാരെ വിടുന്നുണ്ട് ദൈവം. പക്ഷേ തമ്പുരാൻ അവർ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒരാളെ കൂടി വിടുന്നുണ്ട്. ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരാൾ. ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരാൾ. അത് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പ്രതീകമാണ്. തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുന്നവരുടെ നെറ്റിയിൽ ഒരു മുദ്രയിടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിൽക്കുന്ന ഒരാളെ ദൈവം അയക്കുന്നത്. ആ മുദ്രയേറ്റവരെ ആരെയും കൊല്ലരുത്. അവർക്കാർക്കും സംഹാരദൂതൻ അവരെ ഉപദ്രവിക്കാൻ അവകാശമില്ല. കാരണം അവർ മുദ്രയേറ്റവരാണ്. വില്യം കോപ്പന്റെ മനോഹരമായ ഒരു ഗാനമുണ്ട്, ദ ഫൗണ്ടൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ടാണ്. അതിന്റെ മലയാള ട്രാൻസ്ലേഷൻ ഉണ്ട്. നമ്മൾക്കൊക്കെ ഒരു പക്ഷെ ആ പാട്ടറിയാമായിരിക്കാം.
ഇമ്മാനുവേൽ തൻ ചങ്കാതിൽ നിന്നൊഴുകും രക്തം പാപക്കാരാ നീക്കുമാതിൽ മുങ്ങിത്തിനാലാരും പാപക്കാരാ നീക്കുമാതിൽ മുങ്ങിത്തിനാലാരും. ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി ഒരാൾ തങ്ങളുടെ പാപത്തെ ഓർത്ത് കരയുന്നവരുടെ നെറ്റിയിൽ ഒരു മുദ്രയിടണം. ഇമ്മാനുവേൽ തന്റെ ചങ്കിൽ നിന്ന് ഒഴുകിയതായ രക്തത്തിന്റെ കണങ്ങളാൽ മുദ്രയേറ്റ സമൂഹത്തിനെ ഒന്നിനെയും സംഹാരദൂതനെ പേടിക്കേണ്ട കാര്യം. സംഹാരദൂതൻ അവരെ ആരും ഉപദ്രവിക്കില്ല. സംഹാരദൂതനെ അവർക്ക് പേടിക്കേണ്ട യാതൊരു സാഹചര്യമില്ല. കാരണം മുദ്രയേറ്റവരാണ്. മാമുദിസിൽ കൂടി മുദ്രയേറ്റവരാണ് നമ്മളൊക്കെ. സാത്താൻ നിന്റെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്റെയുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഒന്നല്ല, രണ്ടല്ല, 3 പ്രാവശ്യം ഏറ്റു പറഞ്ഞവരാണ്. മാമുദിസ മുങ്ങുന്ന ഗീവർഗീസ് ഞാൻ, മാമുദിസ മുങ്ങുന്ന മറിയം ഞാൻ, മശിഹ തമ്പുരാൻ എന്നിലും പരിശുദ്ധ നബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവരാണ് നമ്മളൊക്കെ. അങ്ങനെ മുദ്രയേറ്റവരാണ്. സംഹാരദൂതൻ നമ്മെ ഉപദ്രവിക്കാൻ തക്കവണ്ണം തമ്പുരാൻ വിട്ടുകൊടുക്കില്ല. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. തങ്ങളുടെ പാപത്തെ ഓർത്ത് കരയുന്നവരുടെ നെറ്റിയിലാണ് ആ മുദ്രയിടേണ്ടത്. തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുന്നവർ. 50 നോമ്പിന്റെ തിങ്കളാഴ്ച സൂത്തറയ്ക്ക് ഒരു പാട്ടുണ്ട്. അതിന്റെ വേറെ വെർഷനും നമ്മൾ അനുതാപത്തിന്റെ പാട്ടായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആടോ മാടോ ചെങ്ങാലേ പ്രാവോ പ്രാവിൻ കുഞ്ഞോ ഞാൻ അർപ്പിക്കുന്നിൽ അയ്യോ തിരുമുമ്പിൽ ശിമോനുടെ ഭവനം പൂണ്ട പാപിനി പോൽ ഞാൻ അർപ്പിക്കും ബാഷ്പകണം കണ്ടെന്നോട് കൃപ ചെയ്യുക. തമ്പുരാനെ, തിരുസന്നിധിയിൽ കാഴ്ചയായി വെക്കാൻ ആടില്ല, മാടില്ല, കുറുപ്രാവില്ല, ചെങ്ങാലിയില്ല, ഒന്നുമില്ല. പക്ഷെ ഒന്നുണ്ട് തമ്പുരാനെ. ആ ശിമോന്റെ ഭവനത്തിലേക്ക് വന്ന ആ പാപിനിയായ സ്ത്രീയെ പോലെ അനുതാപത്തിന്റെ 2 തുള്ളി കണ്ണീർ തിരുസന്നിധിയിൽ തരുവാനായിട്ട് എനിക്കുണ്ട് എന്ന് പാടുന്നതേ ഉള്ളൂ. നമ്മുടെ കണ്ണിൽ കണ്ണീരുണ്ടോ? കണ്ണീര് പറ്റിപ്പോയി എന്നുള്ളതാണ് സത്യം. കരച്ചിന്റെ കാര്യമില്ല. എല്ലാം സമൃദ്ധിയായിട്ട് നമുക്കുള്ളത് കൊണ്ട് ഇന്ന് കണ്ണീര് മാറിപ്പോയിരിക്കുന്നു. പാപത്തെ ഓർത്ത് കരയുന്നവർ അവരുടെ നെറ്റിയിൽ ആ മുദ്രയിടണം. കരുണയുടെ തമ്പുരാനാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിടുവാൻ നമുക്ക് സാധിക്കണം. ഇമ്മാനുവേൽ തന്റെ ചങ്കിൽ നിന്ന് വരുന്ന രക്തക്കണങ്ങൾ ഓരോന്നും നിൻമുറിവിന്റെ രക്തനീർ ഞാൻ കണ്ടതിനു ശേഷം വീണ്ടെടുപ്പിൻ സ്നേഹം താനൻ ചിന്ത എന്നുമെന്നും. ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുമായി നിൽക്കുന്ന അവൾ കർത്താവിന്റെ പ്രതീകം. ആ നിന്റെ മുറിവിൽ നിന്ന് ഒഴിച്ചതായ രക്തത്തിന്റെ രക്തക്കണികൾ ഓരോന്നും കണ്ടതിന് ശേഷം വീണ്ടെടുപ്പിന്റെ സന്തോഷം മാത്രമാണ് തമ്പുരാനെ എന്റെ മനസ്സിൽ എന്നാണ് ഭക്തനായവൻ പാടുന്നത്. വീണ്ടെടുപ്പിന്റെ സന്തോഷം. ഈ ക്രൂശിന്റെ നാളുകളിൽ, ക്രൂശിനെ ചിന്തിക്കുന്ന നാളുകളിൽ, കഷ്ടാനുഭവത്തിന്റെ ആഴ്ചകളിൽ നമ്മൾക്കും തമ്പുരാനോട് പറയാനുള്ളതാണ് വീണ്ടെടുപ്പിന്റെ സന്തോഷം. നീ ഞങ്ങൾക്ക് വേണ്ടി വലിയായതിനാൽ, ഒരു മറുവിലിയായി നിന്റെ രക്തത്തെ തന്നതിനാൽ ഞങ്ങളെ നീ വീണ്ടെടുത്തിരിക്കുന്നല്ലോ. ആ ഒരു സന്തോഷം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. ഇനി എന്തുകൊണ്ടാണ് ഈ മഹത്വം പൊയ്പോയത്? അതിന്റെ കാരണങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 8-ാം അധ്യായത്തിലാണ് ആ സംഭവം നമ്മൾ കാണുന്നത്. എസെക്കിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ എന്തുകൊണ്ടാണ് കെറൂബിൽ നിന്ന് മഹത്വം ഉമ്മരപ്പടിയിൽ പോയത്, അവിടെ നിന്ന് പടിവാതിക്കൽ പോയത്, അവിടെ നിന്ന് നഗരത്തിൽ പോയത്, അവിടുന്ന് വീണ്ടും ഉയർന്നുയർന്നേ പോയി പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയത്? എസെക്കിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൽ നമ്മൾക്കതിനെപ്പറ്റി കാണുവാനായിട്ട് സാധിക്കും. 8-ാം അധ്യായം അതിൻ്റെ
ഓരോരോ വാക്യങ്ങളിലും കാണുന്നുണ്ട്. ഒന്ന് പുരോഹിതന്മാരെ സംബന്ധിച്ചാണ്. 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഇസ്രായേലിലെ മൂപ്പന്മാർ, മനുഷ്യപുത്ര, ഇസ്രായേലിലെ മൂപ്പന്മാർ ഇരട്ടത്ത് ഓരോരുത്തൻ താന്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടുപോയിരിക്കുന്നു എന്നവർ പറയുന്നു. താങ്കളുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ രാത്രിയാമങ്ങളിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാർ. ഇസ്രായേലിന് മഹത്വം പോയി പോകാനുള്ള കാരണം അതാണ്. യഹോവയ്ക്ക് ധൂപം അർപ്പിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട പുരോഹിതന്മാർ അവരുണ്ടാക്കിയതായ കുറെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ രാത്രിയാമങ്ങളിൽ ധൂപം വെച്ചുകൊണ്ടിരിക്കുന്നു. വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കല്ലും തടിയും കൊണ്ടുള്ള രൂപങ്ങളൊന്നും അല്ല വിഗ്രഹങ്ങൾ. അതിനേക്കാൾ ഉപരിയായി തമ്പുരാന്റെ സ്ഥാനത്ത് നമ്മൾ എന്തിനെ പ്രതിഷ്ഠിക്കുന്നോ അതെല്ലാം വിഗ്രഹങ്ങളാണ്. എന്താണ് ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ ഈഗോയാവാം, ഒരുപക്ഷെ നമ്മുടെ പണമാവാം, ഒരുപക്ഷെ നമ്മുടെ സൗന്ദര്യങ്ങളാകാം, ഒരുപക്ഷെ നമ്മുടെ ആരാധന ബന്ധങ്ങളാവാം, ഒരുപക്ഷെ നമ്മുടെ മക്കളെ കൊച്ചുമക്കളൊക്കെ ആവാം. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഏത് വസ്തുവാണോ അതെല്ലാം വിഗ്രഹങ്ങളാണ്. അപ്പോൾ യഹോവയ്ക്ക് മഹത്വം കൊടുക്കേണ്ട പുരോഹിതന്മാർ അവരുടെ ലൗകികമായ ഓരോരോ കൊച്ചു കൊച്ചു വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ സന്തോഷം കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയത്. മഹത്വം പോയി പോകാൻ തക്കവണ്ണം രണ്ടാമത്തെ കാരണം എസെക്കിയേൽ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമാണ്. അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. തമ്മൂസിനെ കുറിച്ച് കരയുന്ന സ്ത്രീകൾ. എന്താ തമ്മൂസ് എന്ന് പറഞ്ഞാൽ? അതൊരു സുമേരിയൻ ദേവനാണ്. അവർക്ക് സമൃദ്ധി കൊടുക്കുന്ന ദേവനാണ്. അന്ന് കാർഷിക വിളകളാണല്ലോ കൂടുന്നത്. അപ്പോൾ അവർക്ക് സമൃദ്ധി ധാരാളമായിട്ട് കൊടുക്കുക, നല്ലവണ്ണം കാർഷിക വിളവുകളൊക്കെ കൊടുക്കും. ആ ദേവനെ അവരാരാധിക്കും. പക്ഷെ ആ ദേവനൊരു കുഴപ്പമുണ്ട്. വേനൽക്കാലം വരുമ്പോൾ ആ ദേവൻ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങും. പിന്നെ ദേവനെ കാണണമെങ്കിൽ മഴയൊക്കെ പെയ്ത് ഇതെല്ലാം പച്ചിപ്പൊക്കെ വളർന്ന് വരുന്ന സമയത്താണ് പിന്നെ കാണുക. അപ്പോൾ ഈ ദേവൻ ഉറങ്ങുകയാണല്ലോ എന്ന് പറഞ്ഞ് ആ കാലങ്ങളിൽ സ്ത്രീകള് തങ്ങളുടെ ദേവനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത് തമ്മൂസിനെ ഓർത്ത് കരയുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമൃദ്ധി പോയല്ലോ എന്ന് പറഞ്ഞു. സമൃദ്ധിയിൽ മാത്രം ആറാടിക്കൊണ്ട് അല്പാനൊരു കുറവ് വല്ലം വരികയാണെങ്കിൽ വിലപിക്കുന്ന, സമൃദ്ധിയിൽ ആറാടുന്ന സ്ത്രീകൾ. അതാണ് രണ്ടാമത്തെ കാരണം. അതിപ്പോ സ്ത്രീകൾ തന്നെയൊന്നുമല്ല, സമൃദ്ധിയിലേക്ക്. അതിനേക്കാൾ ഉപരിയായി പുരുഷന്മാരും അല്ല. ഇന്ന് സമൃദ്ധിയുടെ ദൈവശാസ്ത്രമാണ്. എവിടെയും സമൃദ്ധി. ആരാധനയിലും അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. പണ്ടൊക്കെ സമൃദ്ധിയുടെ ദൈവശാസ്ത്രമല്ല, തമ്പുരാൻ ഏതവസ്ഥയിലും ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ. ഇന്നങ്ങനല്ല. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ഒരു പാട്ടാ. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. അതുപോലെ വേറൊരു പാട്ടുണ്ട്, എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ തിന്നും, എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ പാട്ട്. അവന്റെ ജീവിത പങ്കാളി, അവന്റെ പിള്ളേര്, അവന്റെ സമ്പത്ത്, അത് മാത്രം ഐശ്വര്യപ്പെടണം. വായ്പ വാങ്ങാൻ അനുവദിക്കത്തില്ല. അവൻ വളർന്നത് അവന്റെ അമ്മ വായ്പ വാങ്ങിയത് കൊണ്ടാണ്. 10 മുളകും 2 സ്പൂണ് പഞ്ചസാരയും കുറച്ച് അരിയും വെളിച്ചെണ്ണയും ഇത്തിരി വെളിച്ചെണ്ണയും ഒക്കെ അടുത്ത വീട്ടിൽ നിന്ന് അവന്റെ അമ്മ വായ്പ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ അനുഭവിച്ചാണ് അവൻ വളർന്നത്. ഇന്ന് പറയുക അതൊരു അന്തസ്സുകേടാണ്, വായ്പ വാങ്ങാൻ അനുവദിക്കില്ല. അപ്പനും അമ്മയും നമ്മുടെ ഘടകങ്ങളല്ല, അയലൊക്കെക്കാരൊന്നും ഘടകമല്ല. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള സമൃദ്ധിയുടെ ദൈവശാസ്ത്രമാണ് ഇന്ന് നമുക്ക് കാണുന്നത്. പക്ഷെ പണ്ടങ്ങനെയല്ലായിരുന്നു. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. കാക്കയെ കൊണ്ടു തൻ ദാസനെ പോറ്റുന്ന ഏലിയാവിൻ ദൈവമെൻ കൂടെയുണ്ട്. ചെങ്കടൽ തീരത്തു മോശെയിൻ കണ്ണുനീർ കണ്ടവൻ എന്നോടു കൂടെയുണ്ട്.
ഒരു നാളും നിന്നെ ഉപേക്ഷിക്കായില്ലെന്ന് നിശ്ചയമായ അവൻ ചൊല്ലിയിട്ടുണ്ട്. അതായിരുന്നു അന്ന്. ചിലപ്പോൾ ചാണകം മെഴുകിയ തറയാവാം, ഓലയും ചെറ്റയും കൊണ്ടൊക്കെ മറിച്ച വീടാവാം. അവിടെ ഒരു തടുപ്പായോ പുൽപ്പായോ ഇട്ടുകൊണ്ട് അവർ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. കാക്കയെ കൊണ്ട് തന്റെ ദാസനെ പോറ്റുന്ന ഏലിയാവിന്റെ ദൈവം, ചെങ്കടൽ തീരത്ത മോശയുടെ കണ്ണുനീരിനെ കണ്ട ദൈവം, ഹാരാനിൽ അബ്രഹാമിനോട് കൂടിയിരുന്ന ദൈവം, പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവം, ഒരു നാളും നിന്നെ ഞാൻ ഉപേക്ഷിക്കയില്ല എന്ന് നിശ്ചയമായി അവൻ ചൊല്ലിയിട്ടുണ്ട്. അതായിരുന്നു അവരുടെ ബലം. ഒരു നാളും നിന്നെ ഉപേക്ഷിക്കയില്ല എന്ന് നിശ്ചയമായി അവൻ ചൊല്ലിയിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളും ഇന്ന് ഒരുപാട് വികലമായിട്ടുണ്ട്. വികലമായ പ്രാർത്ഥന. കർത്താവെ, എത്രയോ പേർ ഈ പ്രഭാതം കാണാതെ മരണം വഴിയായി കടന്നുപോയി. ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിലൂടെ തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരു വല്ലാത്ത കമ്പാരിസനാണത്. എത്ര പേര് മരണപ്പെട്ടു, ഞങ്ങൾക്ക് ജീവൻ തന്നു, സ്തോത്രം. എത്രയോ പേർ കഷ്ടതയിൽ കിടന്ന് അയ്യം വിളിക്കുന്നു, ഞങ്ങൾക്ക് സന്തോഷം തന്നതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കണം. എത്രയോ പേർ രോഗികളായി ദുഃഖിതരായി കിടന്ന് കണ്ണീരിന്റെ താഴ്വരയിൽ കിടന്ന് അയ്യം വിളിക്കുന്നു, ഞങ്ങൾക്ക് സൗഖ്യം തന്നതിനെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഇതൊരു വല്ലാത്ത കമ്പാരിസനാണ്. നിനക്ക് സൗഖ്യം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ പോരെ? നിനക്ക് ഒരു ദിവസം കൂടി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ പോരെ? നിനക്ക് ഒരു ദിവസം കൂടി സുഖവും ഒക്കെ തമ്പുരാൻ തന്നതിനോട് സ്തുതിച്ചാൽ പോരെ? ഒരാൾ മരണപ്പെട്ടു, നിനക്ക് ജീവൻ തന്നു, അതുകൊണ്ട് സ്തുതി. ആ കമ്പാരിസൺ എന്തിനാ? ഒരാൾക്ക് കഷ്ടപ്പാട് കൊടുത്തു, നിനക്ക് സന്തോഷം തന്നു, ആ കമ്പാരിസൺ എന്തിനാ? അതൊരു വല്ലാത്ത കമ്പാരിസനാണ്. അങ്ങനെ പറയരുത്. അത് തന്നെയാണ് പരീക്ഷ പ്രാർത്ഥിച്ചതും. ഞാൻ പ്രസാരം കൊടുക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു, യാമപ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നു, എന്നിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന ദരിദ്രവാസിയെ പോലെ അല്ല ഞാൻ. ആ കമ്പാരിസനാണ് ദൈവത്തിന് പിടിക്കാതെ പോയത്. പക്ഷേ ആ ചുങ്കക്കാരൻ കുറച്ചേ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷെ ഷോർട്ട് ആൻഡ് സ്വീറ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഹൗ മെർസി upon me a sinner. കർത്താവേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ. കുറിയലൈസ്. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, കുറിയലൈസ്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയായിരുന്നു. മറ്റേ കുറെ പൊങ്ങച്ചം പറഞ്ഞ് മറ്റുള്ളവനെ കബർ ചെയ്ത് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഞെളിയാനുള്ള പ്രാർത്ഥനകളുണ്ടല്ലോ, അതാണ് പരീക്ഷ നടത്തിയത്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. തമ്മൂസിനെ ഓർത്ത് കരയുന്ന സ്ത്രീകൾ, അതാണ് രണ്ടാമത്തെ കാരണം. മഹത്വം പോക്കത്തങ്ങണം. 3, പുരുഷന്മാർ. ഏകദേശം 25 പുരുഷന്മാർ. എഗസ്ട്ര പ്രവചനം 8-ാം അധ്യായം 16-ാം വാക്യം. ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെ തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. യഹോവയുടെ യാഗപീഠത്തിന് മുതുക് തിരിഞ്ഞു നിൽക്കുന്ന പുരുഷന്മാർ മഹത്വം പോകാനുള്ള 3-ാമത്തെ കാരണമാണ്. 1, തങ്ങളുടേതായ വിഗ്രഹങ്ങളുടെ മുമ്പിൽ യാഗമർപ്പിക്കുന്ന, ധൂപമർപ്പിക്കുന്ന പുരോഹിതന്മാർ. 2, സമൃദ്ധിയുടെ ദേവനെ ഓർത്ത് കരയുന്ന സ്ത്രീകൾ. 3, തങ്ങളുടെ മുതുക് യാഗപീഠത്തിന് നേരെ തിരിഞ്ഞു നിൽക്കുന്ന പുരുഷന്മാർ. നിന്റെ മുഖമാണ് യാഗപീഠത്തിന് നേരെ തിരിയേണ്ടത്, നിന്റെ മുതുകല്ല. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന, ബലികൾക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന പുരുഷന്മാർ തന്നെയല്ല, യുവാക്കന്മാരും ഒക്കെ ഇന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രതിഭാസമാണ്. ആ കാലത്തൊക്കെ നടന്നു, ഒരു കുഴപ്പവും പറ്റിയില്ലല്ലോ. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന പള്ളിയും കാണുകയില്ല, ആരാധനയുമില്ല, ഒന്നുമില്ലാതെ ജീവിക്കുന്നുണ്ട്. യാഗപീഠത്തിന് പുറംതിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ദൈവകൃപയ്ക്ക് തടസ്സമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. ആ യാഗപീഠത്തിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് കണ്ണുനീരോടുകൂടി മാറത്തടിച്ചുകൊണ്ട് കരഞ്ഞ് നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കണം. ദാനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ദാതാവിനെ മറക്കരുത്. എവിടെയും നമ്മുടെ ഐശ്വര്യത്തിന്റെ എല്ലാം അടിസ്ഥാനം യാഗപീഠമാണ്. യാഗപീഠത്തിന് മുതുക് തിരിഞ്ഞു നിൽക്കാൻ പാടില്ല. 4, മഹത്വം പോകാൻ തക്കവണ്ണം സൂര്യനെ നമസ്കരിക്കുന്ന ജനം. യഹോവയുടെ മന്ദിരത്തിന്റെ മുതുക് യഹോവയുടെ മന്ദിരത്തിന് നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. സൂര്യനെ നമസ്കരിക്കുന്ന ജനം. ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കുക, നിങ്ങൾ സൂര്യനെ നമസ്കരിക്കാറുണ്ടോ? ഓ,
അങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. ചന്ദ്രനെ നമസ്കരിക്കാറുണ്ട്? ഓ ഇല്ല. നക്ഷത്രങ്ങൾ, സൂര്യൻ ഒരു നക്ഷത്രമാണെന്നറിയാമല്ലോ. നക്ഷത്ര ജാതക ഫലം നോക്കാറുണ്ടാ? ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ ആ വാർത്ത ആരെങ്കിലും നിങ്ങളെ വിളിച്ച് പറയുമ്പോ നിങ്ങൾ കുറെ വൺവേഡ് ചോദ്യം ചോദിക്കല്ലോ. ആണാണോ പെണ്ണാണോ? ഒരു ചോദ്യമാണ്. സിസേറിയനാണോ നോർമലാണോ? അടുത്ത ചോദ്യമാണ്. എത്ര വെയിറ്റ് ഉണ്ട്, തൂക്കം എത്ര ഉണ്ട്? അതൊരു ചോദ്യമാണ്, വൺവേഡ് ചോദ്യമാണ്. നാളെ ഏതാണ്? അതും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ? അതൊരു വൺവേഡ് ചോദ്യമാണ്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കുഞ്ഞിന്റെ നാളേതാണ്. ഏതാ നല്ല നാള്? ഏതാ നല്ല നാള്? മകം. ആരണ്ട് പറയുന്നത് മകമാണ്. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ, കാത്തു പ്രാർത്ഥിക്കാറാക്കി താൻ, ആർത്തു ഘോഷിക്കാറാക്കി താൻ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. തമ്പുരാൻ നമ്മുടെ പാപം മോചിച്ചു തന്ന ദിവസമാണ് ഭാഗ്യനാൾ. വൻക്രിയ എന്നിൽ നടന്നു കർത്തനെന്റെ ഞാനാവന്റെ, താൻ വിളിച്ചു ഞാൻ പിൻചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. വൻക്രിയ എന്നിൽ നടന്നു. കർത്താവിന്റെ വൻക്രിയകൾ എന്നിൽ നടന്നു. കർത്താവ് എന്റേതാണ്, ഞാൻ കർത്താവിൻ്റെതാണ്. അവൻ എന്നെ വിളിച്ചതാണ്, ഞാൻ അവനെ പിൻപറ്റിയതാണ്, ഞാൻ അവന്റെ ശബ്ദം കേട്ടതാണ്. ഈ 6 കാര്യങ്ങൾ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് പോയാൽ ജീവിതത്തിന്റെ നാളുകളെല്ലാം ഭാഗ്യനാളായി മാറും. വൻക്രിയ വൻകൃപകൾ എന്നിൽ നടന്നു. കർത്താവിൻ്റെതാണ്, ഞാൻ കർത്താവിൻ്റെതാണ്. അവൻ എന്നെ വിളിച്ചതാണ്, ഞാൻ അവനെ പിൻപറ്റിയതാണ്, ഞാൻ അവന്റെ ശബ്ദം കേട്ടതാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾക്ക് മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെയാണ് ജീവിതത്തിലെ ഭാഗ്യനാളുകൾ വരുന്നത്. ഒരിക്കലൊരു വാസ്തുക്കാരൻ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീടിന് 2 പടിയേ ഉള്ളൂ. ആൾ എന്നോട് പറഞ്ഞു, അച്ഛന് വരവുണ്ട് ചെലവുണ്ട്, വരവുണ്ട് ചെലവുണ്ട്. 2 പടി വന്നുകൊണ്ട് അച്ഛന് മിച്ചമൊന്നുമില്ല. അച്ഛന് മിച്ചം വരാത്ത കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, വീടിനൊരു പടിയും കൂടെ വെക്കണം. അപ്പോൾ വരവ് ചെലവ് വരവ്. അപ്പൊ ഞാൻ അയാളോട് തിരിച്ചു ചോദിച്ചു, അപ്പൊ ആദ്യം ചെലവാണെങ്കിലോ? ചെലവ് വരവ് ചെലവ് അങ്ങനല്ല വരിക. ഓ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ പോയി. ഞാനിപ്പോഴും വീടിന് 2 പടിയേ വെച്ചിട്ടുള്ളൂ. വരവ് നടക്കുന്നുണ്ട്, ചെലവ് നടക്കുന്നുണ്ട്. വലിയ മിച്ചമൊന്നും ഇല്ലെങ്കിലും തമ്പുരാൻ നടത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ അത്യുന്നതന്റെ തണലിലാണെങ്കിൽ, സർവശക്തന്റെ നിഴലിലാണെങ്കിൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് സമീപിക്കില്ല. ഒരു വാസ്തുവും നിന്നെ ഉപദ്രവിക്കത്തില്ല. പകൽ സൂര്യനാണെങ്കിലും രാത്രി ചന്ദ്രനാണെങ്കിലും നിന്നെ ഉപദ്രവിക്കില്ല. ഞാനൊരു പള്ളിയിൽ ഒരു പെൺകുട്ടിയെ കല്യാണത്തിൽ പ്രാർത്ഥിച്ചു വിടാൻ പോയി. പ്രാർത്ഥിച്ചു വിട്ടപ്പോൾ അവിടെ നിന്ന് അമ്മമാരാരോ പറഞ്ഞു, സിസിലി നീ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് വാതിൻ്റെ അവിടെ പോയിട്ട് നീ മോൾ ഇറങ്ങുമ്പോൾ നീ മുന്നോട്ട് വരണം. എന്തിനാ? ഓ, ആർക്കൊന്നും അറിയാത്തവർ. ശകുനം. നിന്നെ ശകുനം കണ്ടിട്ട് കൊച്ചിറങ്ങണം. സിസിലി പറഞ്ഞെന്താണെന്നറിയോ? എന്റെ കുഞ്ഞ് എന്റെ കർത്താവിന്റെ മുഖം കണ്ടിറങ്ങിയാൽ മതി. പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ ഒരു ഫോട്ടോ ഉണ്ട് അവിടെ. എന്റെ കുഞ്ഞ് എന്റെ കർത്താവിന്റെ മുഖം കണ്ടിറങ്ങിയാൽ മതി. അതിനേക്കാൾ വലിയ മുഖമൊന്നും അല്ല എന്റേത്. അതെ, തമ്പുരാന്റെ മുഖത്ത് നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി, തമ്പുരാനെ നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി, അവന്റെ കരങ്ങളെ പിടിച്ചിറങ്ങിയാൽ മതി. വേറെ ഒന്നും നോക്കണ്ട, ഐശ്വര്യം ഉണ്ടാവും, ഉറപ്പാണ്. സൂര്യനെ ആരാധിക്കേണ്ട ജനം. ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസമുണ്ട് കേട്ടോ. ഈ വീടിന് കുറ്റിയടിക്കാനും കല്ലിടാനൊക്കെ ചെല്ലുമ്പം, പാല് കാച്ചാനൊക്കെ ചെല്ലുമ്പം വല്ലാത്ത അവസ്ഥകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്.
വാടിലയൊക്കെ വെട്ടി തെറ്റിപ്പൂവും കർപ്പൂരവും ഒക്കെ കത്തിച്ച് ഒരാൾ അവിടെ ഇരിക്കുന്നു, ഇവിടെ കുരിശും വെടിതിരിക്കാലും വെച്ച് അച്ഛനിരിക്കുന്നു. ഒടുവിൽ അവിടെ ആള് പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അച്ഛനോട് പറയുന്നു. ഒരു വീട്ടിൽ ചെന്നിട്ട് പാല് കാച്ചി കൊടുക്കും, വീട് കുതാശയാണ്, പാല് കാച്ചി കൊടുക്കണം. അതിന് എന്നോട് പറഞ്ഞു ഇവിടെ ആശാരിയുണ്ട്, ആശാരി വിളക്കിൽ കത്തിച്ച് അച്ഛൻ്റെ തരും, അച്ഛനത് വാങ്ങിച്ച് അമ്മാമ്മയുടെ കൊടുക്കണം. ഞാൻ പറഞ്ഞു എൻ്റെ ആവശ്യമില്ല, ആശാരിയാണെങ്കിൽ ആശാരി ചെയ്യട്ടെ, പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. ദൈവത്തെ മാമോനെയും കൂടെ എന്തിനാ, വിഗ്രഹങ്ങളെയും ദൈവത്തെയും കൂടെ എന്തിനാണ്? നീ ദൈവത്തെയാണ് വിളിക്കുന്നെങ്കിൽ അത് മതി, നിന്റെ കുതാശ തന്നെ നിനക്ക് അനുഗ്രഹമാണ്. പക്ഷെ നമ്മളിപ്പോഴും 2 വള്ളത്തിൽ കാലി ചവിട്ടി 2 കൊല്ലത്തിൽ. അത് പെന്തിക്കോസുകാർക്ക് ഉണ്ടെന്നേ. രാഗമൊക്കെ കഴിഞ്ഞാൽ അവരും ഇറങ്ങത്തുള്ളൂ. അന്നേരം പറയും എന്താ ഇറങ്ങാൻ പോകാനോ സമയമല്ലോ, നിൽക്കും, ഒരാൾ വരാനുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കും. എന്നിട്ട് രാഗവേള കഴിയുമ്പോഴും പറയും അയാൾ ഇനി വരത്തില്ലെന്ന് പറഞ്ഞു പോകാം. അങ്ങനെ പറഞ്ഞു നിൽക്കുന്നവരുണ്ട്, മനസ്സിൽ പറഞ്ഞു നിൽക്കുന്നതാണ്. പക്ഷേ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മുടേതായ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ധൂപർപ്പിക്കുകയല്ല, തമ്പൂസിനെ ഓർത്ത് കരയുകയല്ല, യാഗപീഠത്തിന് പുറംതിരിഞ്ഞു നിൽക്കുകയല്ല, സൂര്യനെ ആരാധിക്കുകയല്ല. അതൊക്കെയാണ് ദൈവത്തിന്റെ മഹത്വം പോയി പോകാനുള്ള കാരണം. അതിനേക്കാൾ ഉപരിയായി തങ്ങളുടെ പാപത്തെ ഓർത്ത് കരയുന്ന ജനം, അവരുടെ മേലാണ് മുദ്രയിടേണ്ടത്. ഒടുവിൽ ഇങ്ങനെ മഹത്വം പോയി 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 പക്ഷെ ആ മഹത്വം തിരിച്ചു വരുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം 43-ാം അധ്യായമായപ്പോഴേക്കും ആ മഹത്വം തിരിച്ചു വരുന്നുണ്ട്. അനന്തരം 43-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം അവൻ എന്നെ ഗോപുരത്തെങ്കിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. പണ്ട് പോയി മറിഞ്ഞ ദൈവചൈതന്യം കെരൂബിൽ നിന്ന് ഉമ്മരപ്പടിയിലേക്കും, ഉമ്മരപ്പടിയിൽ നിന്ന് പടിവാതിക്കലേക്കും, പടിവാതിക്കൽ നിന്ന് നഗരത്തിലേക്കും, നഗരത്തിൽ നിന്ന് പർവ്വതത്തിലേക്കും അകന്നകന്ന് പോയ ദൈവചൈതന്യം അകന്നകന്ന് പോയത് അടുത്തടുത്ത് വന്ന് ദേവാലയത്തിലേക്ക് തന്നെ വന്നു. ദൈവത്തിന്റെ ആലയം. ചിലപ്പോൾ മുമ്പേ പറഞ്ഞല്ലോ, ഗ്രഹണം പോലെ ചിലപ്പോൾ ചൈതന്യം ഇല്ലെന്നൊക്കെ നമുക്ക് തോന്നിയാലും ദൈവചൈതന്യം ഒരിക്കലും പള്ളിയൊന്നും വിട്ടുപോവില്ല, അവിടെ ഉണ്ടാവും. അങ്ങനെ വരുന്നു. അതിനുശേഷം 47-ാം അധ്യായം ആകുമ്പോഴേക്കും വീണ്ടും ദൈവത്തിന്റെ ചൈതന്യം വരുന്നത് നമ്മൾ കാണുന്നു. 47-ാം അധ്യായം 1-ാം വാക്യം, അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. അതുകൊണ്ടാണ് പള്ളിയൊക്കെ നമ്മൾ വെക്കുമ്പോൾ കിഴക്കോട്ട് മുഖം വെക്കുന്നത്, ദേവാലയങ്ങൾ വെക്കുമ്പോൾ. കാരണം ആലയത്തിന്റെ മുഖം കിഴക്കോട്ടാണ്. എന്നിട്ട് നമ്മൾ നോക്കുന്നു, ഒരു മനുഷ്യൻ അളക്കുന്നുണ്ട്. ഒരു പുരുഷൻ കയ്യിൽ ചരടുമായിട്ട്, 3-ാം വാക്യം, ഒരു മനുഷ്യൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം നരിയാണിയോളമായി. അവൻ വീണ്ടും 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി, വെള്ളം അരയോളമാക്കി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി. ആദ്യം നരിയാണിയോളമായി. നരിയാണിന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ബിരിയാണിന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴ് നോമ്പായോണ്ട് കിട്ടാനില്ല. വെള്ളം നരിയാണിയോളായി, പൊത്തയോളമായി. വെള്ളം വീണ്ടും കൂടുകയാണ്, മുട്ടോളമായി. വെള്ളം വീണ്ടും കൂടുകയാണ്, അരയോളമായി. പിന്നെ വീണ്ടും കൂടി കടക്കാൻ വയ്യാത്ത നദിയായി മാറി. മുട്ടോളമല്ലാരയോളം പോരാ, വലിയൊരു ജീവാ നദിയൊഴുകാൻ, നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്നു തുറക്കുനാഥ എന്ന് പാടുമ്പോ ആ ജീവജല നദിയുടെ പുറപ്പാട് കിഴക്കോട്ട് ദർശനമുള്ള ആലയത്തിൽ നിന്നാണ്. കിഴക്കോട്ട് ദർശനമുള്ള ആലയത്തിൽ അവിടെ യാഗമുണ്ട്, ധൂപമുണ്ട്, ധൂപകലശമുണ്ട്, പുണ്യാത്മാക്കളുമായിട്ടുള്ള സംസർഗമുണ്ട്, പൂർവികരുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇങ്ങനെ എല്ലാം ഒത്തിണങ്ങിയതാണ് കിഴക്കോട്ട് ദർശനമുള്ള ആലയവും അതിന്റെ അൾത്താര്. അതുകൊണ്ടാണ് 48-ാം അധ്യായത്തിലെ യെഹെസ്കേൽ പ്രവചനം 48-ാം അധ്യായത്തിൽ യഹോവ എല്ലാ ഗോത്രങ്ങൾക്കും അവകാശഭൂമി നിശ്ചയിച്ചു കൊടുക്കുമ്പം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവ ശമ്മ, യഹോവ അവിടെ. എവിടെ? 48-ാം അധ്യായത്തിൽ ഓരോ ഗോത്രത്തിന് കൊടുക്കുമ്പോൾ യഹോവയുടെ മന്ദിരം അതിന്റെ നടുവിലുണ്ടാവണം, യഹോവയുടെ വിശുദ്ധ മന്ദിരം അതിന്റെ നടുവിലുണ്ടാവണം. ഏത് ദേശത്തെ എവിടെ യഹോവയുടെ മന്ദിരമുണ്ടോ ആ ദേശം അനുഗ്രഹിക്കപ്പെടും. കാരണം അവിടെയാണ്
ദൈവത്തിന്റെ ചൈതന്യം. അവിടെയാണ് ജീവജല നദി ഒഴുകുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ഓർക്കാനുള്ളത് ഇതാണ്. കർത്താവിന്റെ മഹത്വം നമ്മളിൽ നിന്ന് അകന്നകന്ന് പോയിട്ടുണ്ടോ? മൂറോനും കൊണ്ട് കുദാശ ചെയ്യുന്ന 2 മന്ദിരങ്ങളാണ്. ഒന്ന് ദേവാലയവും ഒന്ന് നമ്മളും. നമ്മളെ മാമുദിസ മുഖ്യതാണ്. അന്നൊരു കിരീടമൊക്കെ തന്നതാണ്. കർത്താവിന്റെ തിരുശരീരം ഒക്കെ തന്നതാണ്. നിർഭരും മോഹിച്ചൊരു മകുടം നീ ചാർത്തി നിഖിലേശാത്മജനെ സ്തുതി ചെയ്യുക സഹജ. കിരീടം വെക്ക പറയുക, അല്ല കുഞ്ഞെ, ഇത് രാജാക്കന്മാരും പോലും വെക്കാൻ ആഗ്രഹിച്ച കിരീടമാണ്. അവർക്കത് കിട്ടിയില്ല. നിന്റെ തലയിൽ നിന്ന് വെക്കുന്നു, നീ ഇതിന്ന് സ്വീകരിക്കണം. എന്നിട്ട് നിന്റെ ഒരു കടമയുണ്ട്. നിന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ കർത്താവിനെ നീ പുകഴ്ത്തണം. ആ ഒരു വലിയ ഉത്തരവാദിത്വം തന്നുകൊണ്ടാണ് നമ്മൾക്ക് അന്ന് മാമുദിസ തന്നത്. അന്നൊരു അലങ്കാര വസ്ത്രവും തന്നു, മൂറോനാകുന്ന അലങ്കാര വസ്ത്രം. അതുകൊണ്ടാണ് സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥനയുണ്ട്. കർത്താവെ, മാമുദിസയിൽ കൂടി ഇവൾക്ക് ലഭിച്ച പ്രകാശവസ്ത്രവും മൂറോനാകുന്ന മുദ്രയും, അത് പുരുഷന്മാർക്കും ബാധകമാണ്. മാമുദിസയിൽ കൂടി ഇവന് ലഭിച്ചതായ പ്രകാശവസ്ത്രവും മൂറോനാകുന്ന മുദ്രയും ഇവളിൽ നിന്ന് മാഞ്ഞു പോവരുത്. തമ്പുരാനാണ്, അവനാണ് നമ്മളെ നടത്തുന്നത്. ജീവിതത്തിൽ പാപത്തെ ഓർത്ത് കരയുന്ന ഒരിറ്റ് കണ്ണീർ. എൻ്റെ മോള് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ബോർഡിങ്ങിൽ പഠിക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് മോളോട് പറയുന്ന, അവളോടല്ല അവിടുത്തെ കുട്ടികളോടെല്ലാം പറയും, നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ മക്കളെ 4 വരി പാട്ട് പാടിയിട്ടേ കിടക്കാവുള്ളൂ. അത് ഇവിടെയാണ്, സിനിമയിലോ ആ പാട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആ 4 വരി പാട്ടിന് ഒരുപാട് അർത്ഥമുണ്ട്. നിന്നാഗ്രഹത്തിനെതിരായി ചെയ്തോരൻ കൊച്ചു പാപങ്ങൾ പോലും എൻ കണ്ണുനീരിൽ കഴുകി നിൻ പുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ. കർത്താവേ, അവിടുത്തെ ആഗ്രഹത്തിനെതിരായി ചെയ്ത എന്റെ കൊച്ചു കൊച്ചു പാപങ്ങൾ പോലും എന്റെ കണ്ണുനീരിനാൽ കഴുകി നിന്റെ പുണ്യപ്രവൃത്തികളെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. കാരണം ഞാൻ ഉറങ്ങാൻ പോകാൻ ഇനി അധികം സമയമില്ല. അസ്തമനം, ചിലരുടെ ജീവിതത്തിന്റെ പ്രഭാതം കഴിഞ്ഞു, ചിലർക്ക് മധ്യാഹ്നം കഴിഞ്ഞു, ചിലർക്ക് സന്ധ്യ കഴിഞ്ഞു, ചിലർക്ക് രാത്രിയും ആവാറായി. ഉറങ്ങാൻ, നിത്യമായിട്ട് ഒരു ഉറക്കത്തിലേക്ക് പോകുന്ന സമയമായി. ഞാനുറങ്ങാൻ പോകും മുമ്പായി നിനക്കേകുന്നിതാ നന്ദി നന്നായി. ഇന്നു നീ കാരുണ്യപൂർവം ചെയ്ത നന്മകൾക്കൊക്കെയുമായി. നിത്യമായ ഒരു ഉറക്കത്തിന് പോകും മുമ്പേ നമ്മുടെ പാപങ്ങളോരൊന്നും തമ്പുരാന്റെ സന്നിധിയിൽ കഴുകണം. മുമ്പ് പറഞ്ഞല്ലോ, മാടിനെ കൊടുക്കാനില്ല, കുർബാനവിനെ കൊടുക്കാനില്ല, ചെങ്ങാലിയെ കൊടുക്കാനില്ല. എങ്കിലും ഒന്നുണ്ട്, 2 തുള്ളി കണ്ണുനീർ ആവശ്യം. തൃപ്തികരമായി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ സാധിക്കണമെങ്കിൽ തമ്പുരാൻ സന്നിധിയിൽ കണ്ണീർ പൊഴിക്കണം. നെബോ പർവ്വതത്തിന് കൊണ്ടുപോയി മോശെ, എന്നിട്ട് അങ്ങ് ദൂരെയുള്ള ജസ്രേൽ താഴ്വരയും അതുപോലെ തന്നെ ചാവുകടലും ചെങ്കടലും ഓരോ ദൂരെ ഒക്കെ കാണിച്ചു. ദൂരെയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവിടെ നിന്ന് കാണാം. ആ വ്യൂ പോയിന്റിൽ കണ്ടോ ഈ സ്ഥലങ്ങളൊക്കെ? ഇതെല്ലാം നീ കണ്ടോ? പക്ഷേ നീ അവിടെ കാലുകുത്തില്ല. ഇത് കേട്ടപ്പോ ഷോക്കുണ്ടാവേണ്ടതാണ് മോശയ്ക്ക്. പക്ഷേ മോശയ്ക്ക് അങ്ങനെ ഒരു ദുഃഖവും ഉണ്ടായില്ല. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ ഒരു നല്ല സങ്കീർത്തനം പാടുന്നുണ്ട് മോശ. ഒരു നീണ്ട സങ്കീർത്തനം. 90-ാം സങ്കീർത്തനമാണ് മോശയുടെ പാട്ടായിട്ട് നമ്മൾ കാണുന്നെങ്കിലും ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ മോശയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പാട്ടുണ്ട്. 32-ാം അധ്യായത്തിൽ 33-ാം അധ്യായത്തിൽ അടുത്ത തലമുറയെ മോശ അനുഗ്രഹിക്കുന്നുണ്ട്. രൂബേനെയും യഹൂദയെയും ആശേറിനെയും ഗാദിനെയും ദാനിനെയും മനുഷ്യയും ബെന്യാമീനെയും ഒക്കെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് ഗോത്രങ്ങളൊക്കെ അനുഗ്രഹിച്ചിട്ട് സമാധാനമായിട്ടാണ് ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ മോശ ഈ ലോകം വിട്ടു പോകുന്നത്. തമ്പുരാന്റെ സന്നിധിയിൽ ഒരിറ്റ് കണ്ണീർ പൊഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുനീരോട് ഇല്ലാതെ പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിൽ പോകാൻ പറ്റും. ഈ ലോകത്തിൽ മതിമറന്നൊക്കെ ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ അന്ത്യം ഒരുപക്ഷെ കണ്ണുനീരോടുകൂടിയാവാം.
തമ്പുരാന്റെ സന്നിധിയിൽ. മഹത്വം നമ്മളുടെ ഉള്ളത് നഷ്ടപ്പെട്ടു പോയെന്ന് ആലോചിക്കണം. ഏലി പുരോഹിതന്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയ മഹത്വം ദാവീദ് വീണ്ടെടുത്തു. ക്രമേണ അകന്നു പോയ മഹത്വം നെറ്റിയിൽ മുദ്രയിട്ടപ്പെട്ടത് മൂലം, പാപത്തെ ഓർത്ത് കരഞ്ഞത് മൂലം വീണ്ടും മടങ്ങി വന്നു. നമ്മളിൽ നിന്ന് അകന്നകന്നേ പോയ ദൈവചൈതന്യം നമ്മുടെ കണ്ണുതിരിനാൽ വീണ്ടും തിരികെ കൊണ്ടുവരുവാൻ ഈ കഷ്ടാനുഭവത്തിന്റെ നാളുകളിൽ ദൈവം നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അവസരം തന്ന എല്ലാവരോടുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.